നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്നത് കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകത്തിന്റെ കഥയാണ്. പ്രണയവും വഞ്ചനയും പകയും അതിക്രൂരമായ കൊലപാതകവും ചേർന്ന ഒരു യഥാർത്ഥ ക്രൈം ത്രില്ലർ. 2017 കോട്ടയം പുതപ്പള്ളിയിൽ നടന്ന പൊയ്യൽ സന്തോഷ് വധക്കേസാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. തെളിവുകളൊന്നും ബാക്കി വയ്ക്കാതെ അതിവിദഗ്ധമായി നടത്തിയൊരു കൊലപാതകത്തിന്റെ ചുരുൾ കേരള പോലീസിന്റെ മികച്ച അന്വേഷണ മികവുകൊണ്ട് വെറും 24 മണിക്കൂറിനുള്ളിൽ അഴിഞ്ഞതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കഥയുടെ തുടക്കം 2017 ഓഗസ്റ്റ് 27-നാണ്. കോട്ടയം പുതപ്പള്ളിയിലെ മന്ദിരം കലുങ്കിന് സമീപത്തുള്ള ഒരു ചതുപ്പിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ മനുഷ്യന്റെ 2 കാലുകൾ കണ്ടെത്തുന്നു. പൊന്നീശൻ എന്ന വാർഡ് മെമ്പറാണ് ഈ ഭയാനകമായ കാഴ്ച കണ്ട് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ദുർഗന്ധമമിക്കുന്ന ആ പ്ലാസ്റ്റിക് ചാക്കിൽ മനുഷ്യന്റെ 2 കാലുകൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ അധികം ദൂരെയല്ലാതെ മറ്റൊരു ചാക്കുകൂടി കണ്ടെത്തി. അതിലുണ്ടായിരുന്നത് തലയില്ലാത്തൊരു പുരുഷന്റെ മൃതദേഹമായിരുന്നു. നീല ഷർട്ടും റബ്ബർ ചെരുപ്പും ധരിച്ച ആ മൃതദേഹത്തിന്റെ പോക്കറ്റിൽ വെറും 10 രൂപ മാത്രമാണുണ്ടായിരുന്നത്. 2-3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്ന മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു. ഇനിയൊരു തുമ്പും കിട്ടാതെ പോലീസ് കുഴങ്ങുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് മൃതദേഹത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പൊള്ളലിന്റെ പാട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പൊള്ളലിന്റെ പാടാണ് അന്വേഷണത്തിലെ ആദ്യത്തെ നിർണായക വഴിത്തിരിവായത്. പൊയ്യൽ സന്തോഷ് എന്നറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള സന്തോഷ് എന്ന ആൾക്ക് ഇങ്ങനൊരു പാടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. മുമ്പ് ഒരു ആസിഡ് ആക്രമണ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള സന്തോഷിനെ പോലീസിന് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഇതോടെ കൊല്ലപ്പെട്ടത് സന്തോഷ് തന്നെയാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു. അടുത്ത ഘട്ടം സന്തോഷിനെ അവസാനമായി ബന്ധപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ സന്തോഷിന്റെ ഫോണിലേക്ക് അവസാനമായി കോൾ വന്നത് കുഞ്ഞുമോൾ എന്നൊരു സ്ത്രീയുടെ നമ്പറിൽ നിന്നാണെന്ന് വ്യക്തമായി. ഈ കുഞ്ഞുമോളെ കണ്ടെത്താനായി പോലീസ് നടത്തിയ അന്വേഷണം അവരെ എത്തിച്ചത് സന്തോഷിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ അകലെയുള്ള മീനടത്തെ ഒരു റബ്ബർ തോട്ടത്തിലാണ്. അവിടെ കുഞ്ഞുമോൾ തനിച്ചായിരുന്നില്ല, അവളുടെ ഭർത്താവ് വിനോദും ഒപ്പമുണ്ടായിരുന്നു. കമ്മൽ വിനോദ് എന്നറിയപ്പെട്ടിരുന്ന വിനോദും പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു. സ്വന്തം അച്ഛനെ ചവിട്ടിക്കൊന്ന കേസിൽ പ്രതിയായിരുന്നു അയാൾ. ഇതോടെ പോലീസിന്റെ സംശയം ഈ ദമ്പതികളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു. കുഞ്ഞുമോളെയും വിനോദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കേരളം കേട്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നിന്റെ ചുരുൾ അഴിഞ്ഞതെങ്ങനെ? വിനോദ് ജയിലിലായിരുന്ന സമയത്ത് സന്തോഷ് കുഞ്ഞുമോളുടെയും മക്കളുടെയും കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ സമയത്ത് അവർ തമ്മിൽ ഒരു ബന്ധമുടലെടുത്തു. എന്നാൽ വിനോദ് ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുകയും സന്തോഷിനെ കൊല്ലാൻ പദ്ധതിയിടുകയുമായിരുന്നു. തന്റെ ഭർത്താവിന്റെ കൊലപാതക പദ്ധതിക്ക് കുഞ്ഞുമോളും കൂട്ടുനിന്നു. ഓഗസ്റ്റ് 23-ന് കുഞ്ഞുമോൾ സന്തോഷിനെ തന്ത്രപൂർവ്വം മീനടത്തെ അവരുടെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് വിനോദ ഒരു ഇരുമ്പുവടി ഉപയോഗിച്ച് സന്തോഷിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ അവർ ചെയ്തത് അതിലും ക്രൂരമായ കാര്യമായിരുന്നു. വിനോദും കുഞ്ഞുമോളും ചേർന്ന് സന്തോഷിന്റെ മൃതദേഹം 3ആയി മുറിച്ചു. തല ഒരു ബാഗിലും ഉടലും കാലുകളും വേറെ വേറെ ചാക്കുകളിലുമാക്കി തലയിട്ട ബാഗിൽ കല്ല് വെച്ച് കെട്ടി മാർക്കോണി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു. ഉടലും കാലുകളും ഉപേക്ഷിക്കാനായി ഓട്ടോറിക്ഷയിൽ പോകുന്ന വഴി മന്ദിരം പാലത്തിന് സമീപം ഓട്ടോ കേടായപ്പോൾ അവരാ ചാക്കുകൾ അവിടുത്തെ ചതുപ്പിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ദമ്പതികളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ കൊലപാതകം നടന്ന 5 ദിവസങ്ങൾക്ക് ശേഷം സന്തോഷിന്റെ തലയും കണ്ടെടുത്തു. കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച രക്തക്കറ, മുടിയിഴകൾ, സന്തോഷിന്റെ ഷർട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട ബട്ടൺ എന്നിവയെല്ലാം ദമ്പതികളുടെ മൊഴിയുമായി ഒത്തുപോയി. കൊലപാതകത്തിന് ഉപയോഗിച്ച ചെറിയ കത്തി വിരലടയാളം നശിപ്പിക്കാൻ ചാണകക്കുഴിയിൽ ഒളിപ്പിച്ച നിലയിലും പോലീസ് കണ്ടെടുത്തു. ഈ കേസിന്റെ വിചാരണ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് നടന്നത്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സിറിൽ തോമസ് നേതൃത്വം നൽകിയ പ്രോസിക്യൂഷൻ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ, സന്തോഷിന്റെ അച്ഛനുമായി ചേർന്ന DNA തെളിവുകൾ, ശരീരഭാഗങ്ങൾ മുറിക്കാൻ ചെറിയ കത്തി മതിയാകുമെന്ന് സ്ഥിരീകരിച്ച പോലീസ് സർജന്റ് മൊഴി തുടങ്ങിയ അതിശക്തമായ സാഹചര്യ തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ഒടുവിൽ കോടതി വിനോദിനെയും കുഞ്ഞുമോളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2025 മെയ് 5-ന് തെളിവ് നശിപ്പിച്ചതിന് കുഞ്ഞുമോൾക്ക് 2 വർഷവും വിനോദിന് 5 വർഷവും അധിക തടവും, കൊലപാതകത്തിന് ഇരുവർക്കും ജീവപര്യന്ത തടവും ശിക്ഷ വിധിച്ചു. അതോടൊപ്പം സന്തോഷിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. ഒരു തുമ്പുമില്ലാതിരുന്നൊരു കേസ് വെറും 24 മണിക്കൂറിനുള്ളിൽ തെളിയിച്ച കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കേസ് മാറി. ഒരുപക്ഷെ സിനിമകളെ പോലും വെല്ലുവിളിക്കുന്ന ഈ യഥാർത്ഥ സംഭവം കുറ്റവാളികൾ എത്രയൊക്കെ ശ്രമിച്ചാലും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന വലിയൊരു പാഠം കൂടിയാണ് നമുക്ക് നൽകുന്നത്.